നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മൂന്നാം മണി നേരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ 32 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ 2 കള്ളന്മാരെ, ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കടന്നു പോകുന്നവർ തലകുലുക്കിക്കൊണ്ട്, ഹാ ഹാ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞവനെ ദൂഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ച് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സമയം കൃത്യം എഴുതിയിരിക്കുകയാണ്. 3-ാം മണി നേരം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ എഴുതാൻ കാരണം? യേശു കൃത്യസമയത്ത് മരിച്ചേ തീരൂ. കാരണം യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദി പിതാവായ ദൈവമാണ്. പല ആളുകളും വിചാരിക്കുന്നത് യേശുവിനെ യഹൂദന്മാർ കുരിശിച്ചു, അല്ലെങ്കിൽ പീലാത്തോസ് വിധിച്ച് കുരിശിച്ചു, യൂദ ഒറ്റിക്കൊടുത്തതിനാൽ വിധിക്കപ്പെട്ടു, ഹന്നാവും കയ്യപ്പാവും അന്നത്തെ മഹാപുരോഹിതന്മാർ അവര് ആളുകളെ അതിനായിട്ട് ഒരുക്കി ഇൻസ്പയർ ചെയ്തു. പ്രിയ സ്നേഹിതരെ, യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ യൂദയോ ഹന്നാവോ കയ്യപ്പാവോ പിന്നെ പീലാത്തോസോ മഹാപുരോഹിതന്മാരോ അല്ലെങ്കിൽ യഹൂദന്മാരോ പുറജാതികളോ പിശാചോ മനുഷ്യരോ അല്ല. യെശയ്യാ പ്രവചനം 53 എഴുതിയിട്ടുള്ളത് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്നാണ്. പിതാവായ ദൈവം പുത്രൻ നമ്മെ സ്നേഹിച്ചപ്പോൾ പുത്രനെ തന്നു എന്നുള്ളതാണ് ബൈബിളിൻ്റെ സാരസംഗ്രഹമായിട്ടുള്ള ഏകവാക്യം. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം പുത്രൻ തമ്പുരാനെ നമുക്ക് നൽകുകയായിരുന്നു. മനുഷ്യനായി ഭൂമിയിൽ അയക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ശിക്ഷ പാപമില്ലാത്ത ആ പുത്രൻ തമ്പുരാൻ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നീതിമാനായ ദൈവത്തിന് നമ്മോട് ക്ഷമിക്കാൻ സാധിക്കൂ. പല മതങ്ങളും പഠിപ്പിക്കുന്നത് പശ്ചാത്തപിച്ചാൽ മതിയെന്നാണ്. പശ്ചാത്താപമേ പ്രായശ്ചിത്തം. മുടിയനായ പുത്രൻ്റെ ഉപമ ക്രിസ്ത്യാനികൾ പോലും പഠിപ്പിക്കുന്നത് ആ മുടിയനായ പുത്രൻ പശ്ചാത്തപിച്ചു, പിതാവ് ക്ഷമിച്ചു. അപ്പോൾ പശ്ചാത്താപം ആണ് ബൈബിളിൻ്റെയും രക്ഷാമാർഗം എന്ന് പഠിപ്പിക്കുന്ന പുള്ളികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു യഹൂദ പിതാവിന് ഇതുപോലെ മുതൽ നശിപ്പിച്ച, കുടുംബത്തിന് നാണക്കേട് വരുത്തിയ ഒരു മകനോട് ക്ഷമിക്കാൻ വകുപ്പില്ല. ബൈബിൾ അത് അനുവദിക്കുന്നില്ല. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നത്, ഷടനും മത്സരിയും മുതൽ മുടിപ്പിക്കുന്നവനുമായ മകനെ മൂപ്പന്മാരെ അറിയിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. യേശുക്രിസ്തു ഇവിടെ വന്ന് 1-ാമത്തെ ശുശ്രൂഷ മുതൽ യഹൂദന്മാരുടെ രീതിക്ക് എതിരായിരുന്നു. വെള്ളത്തെ വീഞ്ഞാക്കിയത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള കൽപാത്രത്തിലായിരുന്നു. കുഷ്ഠരോഗിയെ തൊട്ടാണ് സൗഖ്യം നൽകിയത്. കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല. ശബത്തിലാണ് പല കുരുടന്മാർക്കും കാഴ്ച നൽകിയത്. ശബത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. യേശുവിനെ തൊട്ട രക്തസ്രവക്കാരിക്ക് സൗഖ്യമുണ്ടായി. രക്തസ്രവക്കാരി യേശുവിനെ തൊടാനായിട്ട് പാടില്ല. തൊട്ടാൽ ആ പുരുഷൻ അശുദ്ധനാകും. അപ്പോൾ യേശു ചെയ്തതെല്ലാം ന്യായപ്രമാണത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. മുടിയനായ പുത്രനോട് ക്ഷമിക്കാൻ ഒരു യഹൂദ പിതാവിന് സാധിക്കുകയില്ല. പക്ഷേ യേശു എന്താ ഇവിടെ തെളിയിക്കാൻ പോകുന്നത്? വീടിനും നാടിനും നാണക്കേട് വരുത്തിയ ഈ മകനെ
അവനോട് ക്ഷമിക്കുക മാത്രമല്ല, അവനെ ആദ്യജാതനായിട്ട്, അതായത് പിതാവ് മരിച്ചു കഴിഞ്ഞാൽ യാഗം കഴിക്കുവാൻ ഉള്ള പുരോഹിതനായിട്ട് അംഗീകരിക്കുകയാണ്. അതായത് ഈ ആദ്യജാതന്മാർക്ക് ആണ് ജ്യേഷ്ഠാവകാശം. അതിൽ മോതിരമുണ്ട്, ചെരുപ്പുണ്ട്, വിലയേറിയ വസ്ത്രമുണ്ട്. അങ്ങനെ ആദ്യജാതനാക്കുന്ന ദിവസമാണ് ആളുകളെല്ലാം വിളിച്ചുകൂട്ടി സദ്യ നടത്തുന്നത്, അല്ലെങ്കിൽ വാദ്യമേളങ്ങളൊക്കെ നടത്തുന്നത്. ഒരു മകനോട് ക്ഷമിക്കുന്ന ദിവസം വാദ്യമേളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ക്ഷമിക്കാൻ പാടില്ല. അതായത് ഷടനും മത്സരിയും മാതാപിതാക്കളെ അനുസരിക്കാത്തവനും തിന്നിയും കുടിയനും മുതലെല്ലാം നശിപ്പിക്കുന്നവനുമായ മകനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ പിതാവിന് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അത് ദൈവമായ പിതാവിൻ്റെ നിഴലാണെങ്കിൽ ദൈവമായ പിതാവിന് സാധിക്കത്തില്ല. ദൈവമല്ലേ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്? സാധിക്കത്തില്ല. പശ്ചാത്താപം കൊണ്ട് ഞാൻ ഇനി പാപം ചെയ്യുകയില്ല എന്ന് പറയുന്ന ആളുടെ പശ്ചാത്താപം, അല്ലെ ഞാൻ പരിശ്രമിക്കാം, ഞാൻ നന്നായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം, ഇതല്ലേ നമുക്ക് പറ്റുള്ളൂ. മനുഷ്യന് സാധിക്കത്തില്ല. കാരണം മനുഷ്യൻ ജന്മന പാപിയാണ്. അതുകൊണ്ടാണ് ചില പാപങ്ങൾ വേണേ പ്രവൃത്തിപഥത്തിൽ വരുത്താതിരിക്കാം, പക്ഷേ നോട്ടം കൊണ്ട് നാം പാപം ചെയ്യും, നാം സംസാരം കൊണ്ട് പാപം ചെയ്യും, നാം കേൾവി കൊണ്ട് പാപം ചെയ്യും, മനസ്സുകൊണ്ട് പാപം ചെയ്യും. യേശു പറഞ്ഞില്ലേ, സ്ത്രീയെ മുഖത്തോട് നോക്കിയ വ്യഭിചാരമാണെന്ന്, അന്യന്റെ ആഗ്രഹിച്ച മോഷണമാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്ക് പശ്ചാത്താപത്തോടെ പൂർണ്ണമായ ദൈവത്തെ പ്രസാദിപ്പിക്കാനായി സാധിക്കുകയില്ല. അതുകൊണ്ട് പശ്ചാത്താപം ബൈബിളിലെ രക്ഷാമാർഗം അല്ല. പക്ഷേ നേതാക്കൾ പഠിപ്പിക്കുന്നത് മുടിയനായ പുത്രനോട് ക്ഷമിച്ചില്ലേ? മുടിയനായ പുത്രൻ പശ്ചാത്താപത്തിന്റെ അടിസ്ഥാനത്തിൽ മുടിയനായ പുത്രനോട് ക്ഷമിച്ചു എന്നല്ല ആ ഉപമയുടെ അർത്ഥം. മറിച്ച് കൊള്ളരുതാത്ത കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ആ ധൂർത്തുപുത്രനെ ജ്യേഷ്ഠാവകാശം നൽകി, അവനെ ആരാധനയുടെ അവകാശം നൽകി അനുഗ്രഹിക്കുന്ന ഒരു രക്ഷാപദ്ധതി വരാൻ പോകുന്നു. അതാണ് അത് ന്യായപ്രമാണത്തിനെതിരാണ്. ന്യായപ്രമാണം ദുഷ്ടനെ ശിക്ഷിക്കണം, കൊല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പാപിയെ സ്നേഹിക്കുന്ന, പാപിയെ ശുദ്ധീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു മാർഗം വരാൻ പോകുന്നു. അത് യേശുവിൻ്റെ മരണത്തിലൂടെയാണ് സാധ്യമാകുന്നത്. അപ്പോൾ പിതാവായ ദൈവം പുത്രനെ നമുക്ക് പകരം നരകം അനുഭവിക്കാനാണ് അയച്ചത്. ആ പുത്രന്റെ മരണത്തിനൊരു കൃത്യമായ സമയമുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് അതിൻ്റെ നിഴലാണ്. അബീബ് മാസം 10-ാം തീയതി ഒരാടിനെ മാറ്റി നിർത്തണം. 14-ാം തീയതി സന്ധ്യായാഗ സമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കട്ടളക്കാലിലും കുറുമ്പടിയിലും പുരട്ടണം. അപ്പോൾ ആ രക്തം കാണുന്ന വീടുകളിൽ നിന്ന് സംഹാരദൂതൻ, മഹാമാരി മാറിപ്പോകും, അവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. ഇതാണ് പഴയ നിയമത്തിലെ രക്ഷാമാർഗത്തിൻ്റെ നിഴല്. കർത്താവായ യേശുവാണ് പെസഹ കുഞ്ഞാട്. ഇസ്രായേലിനെ വിടുവിച്ച അതേ സമയത്ത് മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ്, രക്ഷാമാർഗം യേശു ഒരുക്കണം തൻ്റെ മരണത്തിലൂടെ. അതാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൃത്യസമയത്ത് യാഗമാക്കിയത്. ഇതൊന്നും പാവം യഹൂദ മഹാപുരോഹിതന്മാരോ അല്ലെങ്കിൽ റോമ പടയാളികളോ ഒന്നും മനസ്സിലാക്കിയില്ല. വാസ്തവത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്തുകൊണ്ടാണ് 2 കള്ളന്മാരെ അപ്പുറവും ഇപ്പുറത്തും കുരിശിച്ചത്? അതും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അധർമ്മികളുടെ കൂട്ടത്തിൽ എന്നെ എണ്ണി എന്നൊരു വാക്യമുണ്ട്. കള്ളന്മാരുടെ, ദുഷ്ടന്മാരുടെ മധ്യത്തിൽ ആളുകൾ എന്നെ എണ്ണി എന്ന് വാക്യമുണ്ട്. അതാണിവിടെ നിറവേറിയത്. ഇവിടെ മഹാപുരോഹിതൻ ഒരു കുരിശീകരണത്തിനും മഹാപുരോഹിതന്മാര് മലയെ ചെല്ലാറില്ല. യേശുവിൻ്റെ കുരിശീകരണത്തിന് അവർ വളരെ വിഷമിച്ച് നടന്ന് പർവ്വതാരോഹണം നടത്തി മൂളി വന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിക്കാൻ വയ്യാണ്. മറ്റുള്ളവരെ രക്ഷിച്ചു എന്നുള്ള വാക്ക് മഹാപ്രഭുവിൻ്റെ നാവിൽ നിന്ന് വെറുതെ വന്നതല്ല. യേശുവിൻ്റെ മരണത്തിലൂടെ മറ്റുള്ളവരെ യേശു രക്ഷിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ നരകം യേശു അനുഭവിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു പ്രകോപനങ്ങൾ
ഒക്കെ സന്തോഷത്തോടെ സഹിച്ചു. പഴിയും ദുഷിയും എല്ലാം സന്തോഷത്തോടെ സഹിച്ചു. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ രക്ഷാമാർഗം ഒരുക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സമയത്ത്, കൃത്യസമയത്ത് ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, സ്തുതിക്കാം, ആരാധിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.